ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടമായി. വാഹനാപകടത്തിൽ പ്രതിഷേധവരനും നഷ്ടമായപ്പോൾ ശ്രുതിയുടെ ഒപ്പം നിന്നു കേരളമൊട്ടാകെ. ശ്രുതിയുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ സഹായമൊരുക്കുകയാണ് റിപ്പോർട്ടർ ടിവിയും. കോഫി വിത്ത് അരുണിൽ അതിഥിയായി എത്തിയ കേരളത്തിന്റെ മകൾ ശ്രുതിക്ക് 6 മാസത്തേക്ക് സാമ്പത്തിക സഹായം ഒരുക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചു. എൻ്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയിക്കല്ല, അച്ഛനും അമ്മേനെയും നോക്കണം, കമ്പനി നോക്കണം, കുറേ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് തന്നിട്ടാണ് പോയിക്കുന്നത്. അപ്പം ഞാൻ ഡൗൺ ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഞാനും കുറച്ച് ഉഷാറായിട്ടിരുന്നാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഇച്ഛൻ ആഗ്രഹിച്ചതുപോലെ. ശ്രുതിക്ക് സ്വന്തം കാലിൽ നിൽക്കാനാണ് ആഗ്രഹം. ദുരന്തത്തിൽ മാതാപിതാക്കളെയും സഹോദരിയെയും അടക്കം നിരവധി പേരെ നഷ്ടപ്പെട്ട ശ്രുതിയായിരുന്നു ഇന്ന് കോഫി വിത്ത് അരുണിലെ പ്രത്യേക അതിഥി. 6 മാസം കടന്നു പോകുന്ന ഏട്ടന്മാരുണ്ട്, അവർക്ക് ജോലി ഇല്ല എന്നുള്ള ബുദ്ധിമുട്ടുണ്ട്. ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുകയിലാണ് ഇപ്പം നമ്മൾ ശരിക്കും മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും ഒരു ജോലി ആവശ്യമുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ് വിശ്രമത്തിൽ കഴിയുന്ന ശ്രുതിക്ക് പുതുജീവിതം കെട്ടിപ്പടുക്കാൻ സാമ്പത്തിക സഹായമാണ് വേണ്ടതെന്ന് റിപ്പോർട്ടർ ടിവി കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ അറിയിച്ചു. പക്ഷേ ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ ആവശ്യം ഇമ്മീഡിയറ്റ്ലി ഒരു സാമ്പത്തിക സഹായം അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അതിപ്പോൾ താൽക്കാലികമായി പരിഹരിച്ചു. നമുക്കൊപ്പം നിന്നുകൊണ്ട് ശ്രുതിയെപ്പോലുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി പടർത്താൻ ശ്രമിക്കുക കൂടി ചെയ്യാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 6 മാസത്തേക്ക് 15,000 രൂപ വീതം നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ റിപ്പോർട്ടർ ടിവിയിലൂടെ ശ്രുതിക്ക് ഉറപ്പു നൽകിയപ്പോൾ കേരളത്തിന്റെ മകളായി മാറിയ ശ്രുതിയുടെ മുഖത്ത് പ്രതീക്ഷയുടെ നറുപുഞ്ചിരി. ശ്രുതിയുടെ പ്രതികരണമൊക്കെ കാണുമ്പോൾ ശ്രുതിയോട് ഭയങ്കര ബഹുമാനമാണ്. 6 മാസത്തേക്കിനുള്ള അവരുടെ വീട്ടിലെ ചെലവുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 15,000 രൂപ വീതം എല്ലാ മാസവും എത്തിക്കാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാം. സർക്കാർ നൽകുന്ന 300 രൂപ മാത്രമാണ് നിലവിൽ ചെറിയ വരുമാനമായുള്ളത്. ആശുപത്രി വിട്ട ശ്രുതിക്ക് 6 മാസത്തേക്ക് ജോലിക്ക് പോകാനാവില്ല. സഹോദരങ്ങളുടെ ജോലിയും നഷ്ടപ്പെട്ടിരുന്നു. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.